തുടക്കം നമ്മൾ എന്ന സിനിമയിലൂടെ ഒരു ചെറുപ്പക്കാരനായ ആക്ടറിന് ലോഞ്ച് ചെയ്യപ്പെടാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിനിമ. ക്യാമ്പസ് സിനിമയാണ്. അതിൽ പാട്ട്, ഡാൻസ്, ഫൈറ്റ്, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഉപരി വെറും ക്യാമ്പസ് കണ്ടന്റ് മാത്രമാവാതെ അതിന് പുറത്തേക്ക് കുറച്ച് ഡെപ്ത് ഉള്ള ഒരു കഥയും ആ കഥയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ സ്കോപ്പും ഉണ്ടായിരുന്ന ഒരു സിനിമ. എന്നാൽ ഇതിനു ശേഷം നിങ്ങളിപ്പോ വീഡിയോയിൽ നിന്ന് കണ്ണെടുത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തൊട്ടടുത്ത വർഷങ്ങളിൽ ഇറങ്ങിയ ഇദ്ദേഹത്തിന്റെ എത്ര സിനിമകൾ നിങ്ങൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്? ഇനി ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ എത്ര എണ്ണം അന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഹിറ്റുകളായിരുന്നു? എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ പിന്നീട് ഞാൻ ശ്രദ്ധിക്കുന്നത് CBI സീരീസിന്റെ 4ാം ഭാഗത്തിലെ ആ യങ് പോലീസ് ഓഫീസറുടെ റോളായിരുന്നു. എന്നാൽ ആ പടത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 2000-ന് ശേഷം ഇറങ്ങിയ CBIയുടെ 3ഉം 4ഉം ഭാഗങ്ങളിൽ സീനിയർ ആക്ടേഴ്സിനെ കൂടാതെ അന്നത്തെ കാലത്തെ യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷും യങ്ങും ആക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി ആഡ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം. 3ാം ഭാഗത്തിൽ അത് വിനീത് കുമാർ ആയിരുന്നെങ്കിൽ 4ാം ഭാഗത്തിൽ അത് ഇദ്ദേഹമായിരുന്നു. ശേഷം തൊട്ടടുത്ത വർഷം ഇറങ്ങിയ ദിലീപ് ചിത്രമായ ചക്കരമുത്തിലെ വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ യങ് റിച്ച് ആൻഡ് അഫ്ലുവന്റ് ആയിട്ടുള്ള കഥാപാത്രം ഇദ്ദേഹം നന്നായി ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഓർഡിനറി എന്ന സിനിമയിലാണ്. അതിനുശേഷം അതേ വർഷം ഇറങ്ങിയ ദുൽഖർ സൽമാന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ വളരെ ചെറുതെങ്കിലും ഒരു അരഗൻ കഥാപാത്രത്തിന്റെ വേഷം അദ്ദേഹം നന്നായി ചെയ്തിരുന്നു. ദാറ്റ്സ് ഇറ്റ്. 2014-ൽ ഇദ്ദേഹത്തിന് ക്യാൻസർ കണ്ടെത്തുകയും അതേ തുടർന്ന് 2016-ൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഒരു അപ്കമിംഗ് യൂത്ത് സെൻസേഷൻ ആവാൻ വേണ്ട ശരീരപ്രകൃതിയും സൗന്ദര്യവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്.